ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വാർത്തകൾ. വ്യോമസേനയിൽ അഗ്നിവീർ ആകാം. യോഗ്യത +2. വ്യോമസേന പുതിയ അഗ്നിവീർ ബാച്ചിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അവിവാഹിതരായ പുരുഷന്മാരിൽ നിന്നും വനിതകളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ 4 വർഷത്തേക്കായിരിക്കും നിയമിക്കുക. അപേക്ഷകർ 2/7/2005 2/1/2009 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഹയർ സെക്കൻഡറി, തത്തുല്യം, മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നീ വിഷയങ്ങളുടെ വൊക്കേഷണൽ കോഴ്സ്, 3 വർഷ ഡിപ്ലോമ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി എന്നിവയിലേതെങ്കിലും 50% മാർക്കോടെ പാസ്സായവർക്ക് പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഇംഗ്ലീഷിന് 50% മാർക്ക് നേടിയിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1-ാം വർഷം പ്രതിമാസ ശമ്പളമായി 30,000 രൂപ ലഭിക്കും. 2-ാം വർഷം 33,000 രൂപ, 3-ാം വർഷം 36,500 രൂപ, 4-ാം വർഷം 40,000 രൂപ എന്നിങ്ങനെ ശമ്പളഘടന ഓരോ വർഷവും വ്യത്യാസപ്പെടും. അതേസമയം ശമ്പളത്തിൽ നിന്ന് 30% തുക അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കും. ഇതിന് തുല്യമായ തുക കേന്ദ്ര സർക്കാരും ഫണ്ടിലേക്ക് ചേർക്കുന്നതാണ്. അഗ്നിവീറുകളുടെ 4 വർഷത്തെ സേവനകാലം കഴിയുമ്പോൾ 10.04 ലക്ഷം രൂപ സർവീസ് ഫണ്ട് പാക്കേജായി കയ്യിൽ കിട്ടുന്ന തരത്തിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം പ്രീമിയം തുക അടയ്ക്കാതെ 48 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയും അഗ്നിവീറുകൾക്ക് ലഭിക്കും. ഓൺലൈൻ എഴുത്തുപരീക്ഷ, കായികക്ഷമതാ പരീക്ഷ, മെഡിക്കൽ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. എഴുത്തുപരീക്ഷയ്ക്ക് സയൻസുകാർക്ക് ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് എന്നിവയും മറ്റുള്ളവർക്ക് ഇംഗ്ലീഷ്, യുക്തിബോധം, പൊതുപരിജ്ഞാനം എന്നിവയും തിരഞ്ഞെടുക്കാം. ജൂലൈ 11 മുതലാണ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31 ആണ്. സെപ്റ്റംബർ 25-ന് പരീക്ഷ തുടങ്ങും. സേവനത്തിനു ശേഷം 25% പേർക്ക് സൈന്യത്തിൽ സ്ഥിരം നിയമനത്തിന് സാധ്യതയുണ്ട്. വിശദവിവരങ്ങൾക്ക് https://agnipadvayu.cdac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.